നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് സോളിഡ്സിൻ്റെ അകത്തുള്ള ഇംപെർഫെക്ഷനെ പറ്റിയാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് വളരെ റെഗുലർലി ആൻഡ് ഓർഡർലി ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ റെഗുലർ ആൻഡ് ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ് ഇംപെർഫെക്ഷൻസ് അഥവാ ഡിഫെക്ട്സ് സോളിഡ്സിൽ ഉണ്ടാക്കാൻ കാരണമാകുന്നത്. ഒരു ക്രിസ്റ്റൽ ഉണ്ടാകുന്ന ക്രിസ്റ്റലൈസേഷൻ എന്ന പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ടോ മോഡറേറ്റ് റേറ്റിലോ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്രിസ്റ്റൽസിന് ഡിഫെക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വളരെ സ്ലോ റേറ്റിലാണ് നിങ്ങൾ ക്രിസ്റ്റലൈസേഷൻ നടത്തുന്നതെങ്കിൽ അവിടെ ഒരു സിംഗിൾ ക്രിസ്റ്റൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും. ഈ സിംഗിൾ ക്രിസ്റ്റലിൽ പോലും ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഡിഫെക്റ്റ് കാണാൻ സാധിക്കും. സോ ദ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് can be classified into two. They are point defect and line defect. Point defect എന്ന് പറയുന്നത് it is the irregularity or the deviation of ideal arrangement around a point or a atom or a constituent particle in a crystalline substance. ഇങ്ങനെ ഒരു ആറ്റത്തിന് ചുറ്റോ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന് ചുറ്റോ ഒരു പോയിന്റിന് ചുറ്റുമോ ഉള്ള ഡിഫെക്ട്സിനെയാണ് പോയിന്റ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ലൈൻ ഡിഫെക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇറഗുലാരിറ്റി ഓർ ഡീവിയേഷൻ ഫ്രം ദ ഐഡിയൽ അറേഞ്ച്മെന്റ് ഇൻ ദ എൻറ്റയർ റോ ഓഫ് ദ ലാറ്റിസ് ക്രിസ്റ്റൽ. ഒരു ലാറ്റിസ് ക്രിസ്റ്റലിലെ എൻറ്റയർ റോ അതിൻ്റെ ഐഡിയൽ അറേഞ്ച്മെൻറ്റിൽ നിന്നും ഡീവിയേറ്റ് ചെയ്താൽ അവിടെ ലൈൻ ഡിഫെക്ട്സ് ഉണ്ടാവും. നമുക്കിവിടെ പ്രധാനമായും പഠിക്കാനുള്ളത് പോയിന്റ് ഡിഫെക്ട്സിനെ പറ്റിയാണ്. ദിസ് പോയിന്റ് ഡിഫെക്ട്സ് can again classified into three. They are stoichiometric defect or stoichiometric defect and non-stoichiometric defect and finally impurity defect. Let us learn them one by one. First one, stoichiometric defect. Stoichiometric defectനെ thermodynamic defect എന്നും intrinsic defect എന്നും പറയും. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട് എലമെന്റ് ഒരു ഡെഫിനിറ്റ് ഹോൾ നമ്പർ റേഷ്യോയിൽ കമ്പൈൻ ചെയ്താണ് കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. സോ ആ കോമ്പൗണ്ടിന് ഒരു സ്റ്റോയിച്ചിയോമെട്രി ഉണ്ടായിരിക്കും. ദ ഡിഫെക്ട് that do not affect the stoichiometry of the compound is known as stoichiometric defect. Stoichiometric defectനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. They are interstitial defect, vaccancy defect. interstitial defectum vacancy defectum പ്രധാനമായി കാണുന്നത് നോൺ അയോണിക് സോളിഡ്സിന്റെ കേസിലാണ്. And next two classifications are Frenkel defect and Schottky defect. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രെങ്കൽ ഡിഫെക്റ്റും ഷോട്ട്കി ഡിഫെക്റ്റും. ഇത് പ്രധാനമായി കാണിക്കുന്നത് അയോണിക് സോളിഡ്സിലാണ്. ലെറ്റ് us learn them one by one. ഫസ്റ്റ് വൺ, വാക്കൻസി ഡിഫെക്റ്റ്. വാക്കൻസി ഡിഫെക്റ്റ് കാണിക്കുന്നത് നോൺ അയോണിക് സോളിഡ് ആണ്, നമ്മൾ പഠിച്ചു. ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ഇതിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അതിൻ്റെ നോർമൽ സൈറ്റിൽ നിന്നും മിസ്സാവുമ്പോൾ there is a vacancy created there. This type of defect is known as vacancy defect. A crystal containing vacant lattice site is said to have vacancy defect. This defect developed due to heating of the crystal. Second type, interstitial defect. Interstitial defect എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലിൻ്റെ റെഗുലർ അറേഞ്ച്മെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഈ റെഗുലർ അറേഞ്ച്മെൻറ്റ് കൂടാതെ അതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ എക്സ്ട്രാ അയോൺസ് പ്രസൻറ്റ് ചെയ്താൽ ഇറ്റ് ലീഡ്സ് ടു ഇൻഡസ്ട്രീഷ്യൽ ഡിഫെക്റ്റ്. എ ക്രിസ്റ്റൽ ഇൻ വിച്ച് some constituent particle occupy an interstitial site is said to have interstitial defect. ഈ ഒരു ഡിഫെക്റ്റ് നിങ്ങൾ നോക്കൂ, ഇവിടെ എക്സ്ട്രാ 2 പാർട്ടിക്കിൾസ് വരികയാണ്. രണ്ട് പേര് എക്സ്ട്രാ വരുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. സോ ഇൻ interstitial defect there occurs an increase in the density of the substance. Clear? ഇനി
അയോണിക് സോളിഡ്സ് എക്സിബിറ്റ് ചെയ്യുന്ന രണ്ട് ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്, ഷോട്ട്കി ഡിഫക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ, ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഇതൊരു അയോണിക് ലാറ്റിസ് ആണെന്ന് കൺസിഡർ ചെയ്യൂ. ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡ്സിൽ there is a sufficient difference between cation and anion size. കാറ്റിയോന്റെയും ആനയോന്റെയും സൈസുകൾ തമ്മിൽ സഫീഷ്യന്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും കാറ്റിയോന്റെ സൈസാണ് കുറവ്. എങ്ങനെയാണ് ഈ ഡിഫക്റ്റ് ഉണ്ടാവുന്നത് നോക്കാം. ഒരു കാറ്റിയോൺ അതിന്റെ നോർമൽ സൈറ്റിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇങ്ങനെ നോർമൽ സൈറ്റിൽ നിന്ന് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാറ്റിയോണിക് വാക്കൻസി ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഒരു എക്സ്ട്രാ ഇന്റർസ്റ്റീഷ്യൽ കാറ്റിയോൺ ഉണ്ടാവുന്നുണ്ട്. സോ ഇവിടെ നോൺ അയോണിക് സോളിഡ്സിൽ കണ്ട പോലെയുള്ള ഒരു വാക്കൻസി ഡിഫക്റ്റും ഒരു ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കാറ്റിയോൺ അതിന്റെ നോർമൽ സൈറ്റിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡെൻസിറ്റിക്ക് വല്ല മാറ്റവും സംഭവിക്കുമോ? ഇല്ല, ഡെൻസിറ്റി റിമൈൻസ് ദ സെയിം. കാരണം ഒരാള്, നിങ്ങളുടെ ക്ലാസ്സിൽ 25 പേരുണ്ട്, ആ 25 പേരിലെ ഒരാൾ ഒരു സ്ഥലം മാറിയിരുന്നു എന്ന് വെച്ച് ആ ക്ലാസ്സിന്റെ ഡെൻസിറ്റിക്ക് വല്ല മാറ്റവും സംഭവിക്കുമോ? ഇല്ല. അതുപോലെ ഒരു ആറ്റം അതിന്റെ നോർമൽ സൈറ്റിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറിയിരിക്കുമ്പോൾ ആ ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. ക്ലിയർ ആണല്ലോ? ഒരു കാറ്റിയോൺ അതിന്റെ നോർമൽ സൈറ്റിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഡിഫക്റ്റിനെ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്നും പറയും. ഫ്രെങ്കൽ ഡിഫക്റ്റ് നോക്കൂ നിങ്ങൾ. ദിസ് ഡിഫക്റ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ അയോണിക് സബ്സ്റ്റൻസ് നമ്മൾ പറഞ്ഞു. ആൻഡ് there should be a large difference in size of ions. The smaller ion, നിങ്ങൾക്കറിയാം cation ആണ് smaller ion, it is displaced from its normal site to interstitial site, which create a vacancy defect as well as interstitial defect. ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഡിഫക്റ്റിനെ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്നും പറയും. ലൊക്കേഷൻ സംഭവിക്കുന്നത് കൊണ്ട് it does not alter the density of the solid. ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് സിങ്ക് സൾഫൈഡ്, അതുപോലെ സിൽവറിന്റെ ഹാലൈഡ്സ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ അയഡൈഡ്. ഇവ ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് due to the small size of Zn2+ and Ag+ ions. Clear? Next one, Schottky defect. Schottky defect എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഇതൊരു അയോണിക് സോളിഡ് ആണ്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടുത്തെ കാറ്റിയോന്റെ സൈസും ആനയോന്റെ സൈസും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇതിൽ എങ്ങനെയാണ് ഷോട്ട്കി ഡിഫക്റ്റ് ഉണ്ടാവുന്നത് നോക്കാം. ഇവിടെ ഈക്വൽ നമ്പറിൽ കാറ്റിയോണും ആനിയോണും ഈ ക്രിസ്റ്റലിൽ നിന്ന് മിസ്സാവുകയാണ് ചെയ്യുന്നത്. As a result, there will be a cationic vacancy as well as anionic vacancy. ഇവിടെ ഒരു വാക്കൻസി ഡിഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തുല്യ അളവിൽ കാറ്റിയോണും ആനയോണും പോകുന്നത് കൊണ്ട് it does not affect the electrical neutrality of the solid. ഇങ്ങനെ ഒരു ക്രിസ്റ്റലിൽ നിന്ന് കാറ്റിയോണും ആനയോണും മിസ്സാവുന്നത് കൊണ്ട് there occurs a decrease in density of the substance. ഇവിടെ ഡിസ്ലൊക്കേഷൻ അല്ല സംഭവിക്കുന്നത്, ഇവിടെ ആ കാറ്റിയോണും ആനിയോണും നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. As a result, there is a decrease in density of the substance. Clear? ഞാൻ പറഞ്ഞു അയോണിക് സോളിഡ്സ് ആണ് കാണിക്കുന്നത്. ഈക്വൽ നമ്പർ കാറ്റിയോണും ആനിയോണുമാണ് മിസ്സാവുന്നത്, അതുകൊണ്ട് അതിനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഈക്വൽ നമ്പർ കാറ്റിയോണും ആനിയോണും മിസ്സാവുന്നത് കൊണ്ട് ഈ ഡിക്രീസ് ദ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. ഈ ഒരു ഡിഫക്റ്റ് പ്രധാനമായി കാണിക്കുന്നത് അയോണിക് സോളിഡ്സ് ആണ്. അതിലെ കാറ്റിയോൺസും ആനിയോൺസും ഓൾമോസ്റ്റ് സിമിലർ സൈസിലായിരിക്കും. ഇത് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്. നിങ്ങൾ 10⁻16 സോഡിയം ക്ലോറൈഡ് അയൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഷോട്ട്കി ഡിഫക്റ്റ് ഉണ്ടാകും. ഷോട്ട്കി ഡിഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ് ആൻഡ് സിൽവർ ബ്രോമൈഡ്. ഷോട്ട്കി ഡിഫക്റ്റ് ഓർത്തിരിക്കാൻ ഒരു സൂത്രം പറഞ്ഞുതരാം. ഷോട്ട്കി
അവിടെ ഷോർട്ട് ആവുകയാണ്. അവിടെ കാറ്റയോന്റെയും ആനയോന്റെയും നമ്പർ ഷോർട്ട് ആവുന്നത് കൊണ്ട്, കുറയുന്നത് കൊണ്ട് ഡെൻസിറ്റി ഷോർട്ട്കി ഡിഫക്റ്റിൽ കുറയും. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഷോർട്ട്കി ഡിഫക്റ്റിന്റെയും ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെയും കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രെങ്കൽ ഡിഫക്റ്റിനെ പറ്റിയും ഷോർട്ട്കി ഡിഫക്റ്റിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഫ്രെങ്കൽ ഡിഫക്റ്റിനും ഷോർട്ട്കി ഡിഫക്റ്റും ബോത്ത് ആർ പോയിന്റ് ഡിഫക്ട്സ്, ബോത്ത് മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ബോത്ത് ഒക്കേഴ്സ് ഇൻ അയോണിക് സോളിഡ്സ്. പക്ഷേ ഫ്രെങ്കൽ ഡിഫക്റ്റിൽ കാറ്റയോന്റെയും ആനയോന്റെയും സൈസ് വ്യത്യാസമായിരിക്കും. കാറ്റയോൺ വളരെ ചെറുതായിരിക്കും. എന്നാൽ ഷോർട്ട്കി ഡിഫക്റ്റിൽ കാറ്റയോന്റെയും ആനയോന്റെയും സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഫ്രെങ്കൽ ഡിഫക്റ്റിൽ കാറ്റയോന്റെ മിസ്പ്ലേസ്മെന്റ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നു. മാത്രമല്ല ഇങ്ങനെ ഡിസ്ലൊക്കേഷൻ നടക്കുന്നത് കൊണ്ട് ഡെൻസിറ്റി റിമൈൻസ് ദ സെയിം. But in case of Schottky defect, there occurs a missing of equal number of cation and anion. ഇങ്ങനെ കാറ്റയോണും ആനയോണും മിസ്സാവുന്നത് കൊണ്ട് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഷോർട്ട്കി ഡിഫക്റ്റിൽ കാറ്റയോന്റെയും ആനയോന്റെയും ഷോർട്ട് സംഭവിക്കുകയാണ്. ഷോർട്ട് സംഭവിക്കുന്നത് കൊണ്ട് അവിടെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുകയാണ്. ഇതിന്റെ എക്സാമ്പിൾ നോക്കൂ. ZnS സിൽവറിന്റെ ഹാലൈഡ്സ്. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ്സും സിൽവർ ബ്രോമൈഡും. ഇതിൽ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, സിൽവർ ബ്രോമൈഡ് ഷോസ് ബോത്ത് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ്. ഫ്രെങ്കൽ ഡിഫക്റ്റും ഷോർട്ട്കി ഡിഫക്റ്റും സിൽവർ ബ്രോമൈഡ് കാണിക്കും. ക്ലിയർ? Next we are moving to the second type of point defect, impurity defect. പേരിൽ തന്നെയുണ്ട്, ഇംപ്യൂരിറ്റീസ് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് കാണിക്കുന്ന ഒരു ക്രിസ്റ്റൽ ആണ് സോഡിയം ക്ലോറൈഡ്. ഇഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് കണ്ടെയ്ൻ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആസ് ഇംപ്യൂരിറ്റി. അപ്പോൾ സ്ട്രോൺഷ്യത്തിന്റെ ചാർജ് നിങ്ങൾക്കറിയാം +2. അപ്പോൾ +2 ചാർജുള്ള ഒരു സ്പീഷീസ് ഈ ക്രിസ്റ്റലിന്റെ അകത്തേക്ക് വന്നാൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി 2 പ്ലസ് ചാർജുകൾ ഇതിൽ നിന്ന് നഷ്ടപ്പെടും. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് ആ പോയിന്റ്? സ്ട്രോൺഷ്യത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് +2 ആണ്. 2 പോസിറ്റീവ് ചാർജുകളാണ് ഇതിന്റെ അകത്തോട്ട് വരുന്നത്. സോ ഈ 2 പോസിറ്റീവ് ചാർജിന്റെ അകത്തോട്ട് വരുമ്പോൾ ഈ ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി 2 പോസിറ്റീവ് ചാർജുകൾ പുറത്തേക്ക് പോകണം. അപ്പോൾ സ്ട്രോൺഷ്യം ഈ ക്രിസ്റ്റലിന്റെ അകത്തോട്ട് വരുമ്പോൾ 2 Na+ അയോൺസ് ഇതിൽ നിന്ന് ലോസ് ആവും. ഇതിൽ ഒരു Na+ അയോണിന്റെ ലാറ്റിസ് സൈറ്റിലാണ് സ്ട്രോൺഷ്യം ഒക്യുപ്പൈ ചെയ്യുന്നത്. ഒരു സൈറ്റ് വാക്കന്റ് ആയിരിക്കും. ക്ലിയർ? ഇനി ഇതിലേക്ക് ഒരു സ്ട്രോൺഷ്യം അയോൺ കൂടി ആഡ് ചെയ്താൽ ഇത് 2 Na+ അയോണിനെ റീപ്ലേസ് ചെയ്യും. ഒരു Na+ അയോണിന്റെ സൈറ്റിൽ സ്ട്രോൺഷ്യം വന്നിരിക്കും, ഒരു സൈറ്റ് വാക്കന്റ് ആവും. അപ്പോൾ എത്ര സ്ട്രോൺഷ്യം അയോൺ ഉണ്ടോ അത്ര തന്നെ കാറ്റയോണിക് വാക്കൻസിയും ഉണ്ടാകും. ക്ലിയർ ആണല്ലോ ഈ പോയിന്റ്? The crystallization of molten NaCl with a little amount of strontium chloride result strontium occupying some of the site of Na+. നമ്മൾ കണ്ടു. Each strontium replaces 2 Na+ ion and it occupies the site of one ion and the other site remain vacant. The cationic vacancy thereby produced are equal in number to that of strontium. ഇനി ഇതുപോലെ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് കാണിക്കുന്ന വേറൊരു എക്സാമ്പിൾ ആണ് സോളിഡ് സൊല്യൂഷൻ ഓഫ് കാഡ്മിയം ക്ലോറൈഡ് ആൻഡ് സിൽവർ ക്ലോറൈഡ്. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ലാസ്റ്റ് പോയിന്റ് ഡിഫക്റ്റ് ആണ് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ the defect that affect the stoichiometry of the compound. This non-stoichiometric defect can again classified into two. They are metal excess defect and metal deficiency defect. Metal excess defect ഉണ്ടാവാൻ 2 റീസൺസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഡ്യൂ ടു ദ ആനയോണിക് വാക്കൻസി. അതായത് ഒരു ക്രിസ്റ്റലിൽ നിന്ന് ആനയോൺ അങ്ങ് പോയി കഴിഞ്ഞാൽ മെറ്റൽ എക്സസ് ആയി. അല്ലെങ്കിൽ രണ്ടാമത്തെ റീസൺ എക്സ്ട്രാ കാറ്റിയോൺ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ ഒക്യുപ്പൈ ചെയ്യുക. നമുക്കതിൽ ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ
മെറ്റൽ എക്സസ് ഡിഫെക്ട് ഡ്യൂ ടു ആനിയോണിക് വാക്കൻസി. ഈ ഒരു ഡിഫെക്ട് പ്രധാനമായി കാണിക്കുന്നത് ആൽക്കൈൽ ഹാലൈഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ലിഥിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. നിങ്ങൾ ഇവിടെ ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എടുത്ത് അതിനെ ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം വേപ്പേഴ്സ് ആണ്. ഈ സോഡിയം വേപ്പേഴ്സ് ക്രിസ്റ്റലിന്റെ അടുത്ത് എത്തുമ്പോൾ ഇറ്റ് അയണൈസ്. അയണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആ ന്യൂട്രൽ ആറ്റം ഒരു അയോണായി മാറും. നിങ്ങൾക്കറിയാം എണ്ണയ്ക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് Na+ ആവാൻ. ഇങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള സോഡിയം വേപ്പർ അയണൈസ് ചെയ്ത് Na+ ആവുമ്പോൾ ഇറ്റ് റിലീസ് ആൻ ഇലക്ട്രോൺ. ഇപ്പോൾ നിങ്ങളുടെ സോഡിയം വേപ്പേഴ്സ് അയണൈസ് ചെയ്ത് സോഡിയം അയോണായി. അതിനെ ചുറ്റിപ്പറ്റി ഒരു ഇലക്ട്രോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു സോഡിയം അയോൺ ആണ് നിങ്ങളുടെ ക്രിസ്റ്റലിന്റെ മേലെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ സോഡിയം അയോൺ നിങ്ങളുടെ ക്രിസ്റ്റലിന്റെ അകത്ത് നിന്ന് ഒരു ആനിയോണിനെ, ഒരു ക്ലോറൈഡ് അയോണിനെ അങ്ങ് വലിച്ചുകൊണ്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഒരു ആനിയോണിക് വാക്കൻസി ഉണ്ടായി. ഈ ആനിയോണിക് വാക്കൻസിയിൽ സോഡിയം അയോണൈസ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്തില്ലേ? ആ ഇലക്ട്രോൺ വന്നങ്ങ് ഒക്യുപ്പൈ ചെയ്യും. ഈ സൈറ്റിനെയാണ് എഫ് സെന്റർ എന്ന് പറയുന്നത്. ദ ആനിയോണിക് സൈറ്റ് that has been occupied by unpaired electron is known as F center or Farben center. Fab എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ എന്നാണ് മീനിങ്. So this is a color center. This electron is responsible for the yellow color of sodium chloride when it is heated in the presence of excess sodium vapors. Clear? ഇതുപോലെ എഫ് സെന്റർ കാരണം കളേർഡ് ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ടും കൂടിയുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. ദേ ആർ പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് ലിഥിയം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡിനെ എക്സസ് ആയിട്ടുള്ള പൊട്ടാസ്യം അയോൺ വാപ്പേഴ്സ് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ എഫ് സെന്റർ കാരണം ഇറ്റ് ബിക്കം വയലറ്റ് ഇൻ കളർ. ലിഥിയം ക്ലോറൈഡ് ബിക്കം പിങ്ക് ഇൻ കളർ. ക്ലിയർ ആണല്ലോ? എഫ് സെന്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നിങ്ങൾ അത് പഠിക്കണം. മെറ്റൽ എക്സസ് ഡിഫെക്റ്റിലെ സെക്കൻഡ് കേസ് ആണ് നോക്കുന്നത്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ അറ്റ് ദ interstitial സൈറ്റ്. നോക്കാം. ഇതിന്റെ മെയിൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സിങ്ക് ഓക്സൈഡ് ആണ്. സിങ്ക് ഓക്സൈഡ് റൂം ടെമ്പറേച്ചറിൽ വൈറ്റ് ആണ് കളർ. ആ വൈറ്റ് കളറിലുള്ള സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓക്സിജൻ മോളിക്യൂൾ അങ്ങ് പോവുകയും ഇറ്റ് ബിക്കം യെല്ലോ ഇൻ കളർ. അവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓക്സിജൻ മോളിക്യൂൾ എസ്കേപ്പ് ആവുകയും Zn2+ അയോൺസ് ഫോം ചെയ്യുകയും കൂടാതെ 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്രിസ്റ്റലിൽ എക്സസ് ആയിട്ടുള്ള സിങ്ക് അയോൺ വരുമ്പോൾ it affects the stoichiometric formula of zinc oxide. It becomes Zn1+xO. Clear? ഇനി നമുക്ക് ഈ ഡിഫെക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ഇത് സിങ്ക് ഓക്സൈഡ് ആണ്. സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഓക്സിജൻ മോളിക്യൂൾ അങ്ങ് എസ്കേപ്പ് ആയി പോയി. ഇനി സിങ്ക് അയോൺ ഉണ്ടായിട്ടുണ്ട്. ഈ സിങ്ക് അയോൺ ഒരു interstitial പൊസിഷനിൽ വന്ന് അങ്ങ് ഒക്യുപ്പൈ ചെയ്യും. സോ ഈ ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ 2 ഇലക്ട്രോൺസ് അതിൻ്റെ നെയ്ബറിംഗ് interstitial പൊസിഷനിൽ വന്ന് ഒക്യുപ്പൈ ചെയ്യും ഇൻ ഓർഡർ ടു മെയിൻറ്റെയിനിങ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ. ക്ലിയർ ആണല്ലോ? നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്റ്റിലെ ലാസ്റ്റ് വൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ് പ്രധാനമായി കാണിക്കുന്നത് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. ട്രാൻസിഷൻ മെറ്റൽസിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അതിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ അയൺ. അയണിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കാൻ സാധിക്കും, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കാൻ സാധിക്കും. ഫെറസ് ഓക്സൈഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റിന്റെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ആണ് അയൺ ഓക്സൈഡ്. FeO പ്രധാനമായി കാണുന്ന കമ്പോസിഷൻ എന്ന് പറയുന്നത് Fe0.95O ആണ്.
പക്ഷേ ആക്ച്വലി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കുന്നത് കൊണ്ട് ഇതിന്റെ കമ്പോസിഷൻ ഒരു റേഞ്ചിലാണ് കാണപ്പെടുന്നത്. ആ റേഞ്ച് ആണ് Fe393O2 Fe0.96O. എങ്ങനെയാണ് മെറ്റൽ ഡെഫിഷ്യൻസി റിസൾട്ട് അയൺ ഓക്സൈഡ് കാണിക്കുന്നത് നോക്കാം. ഇതിലെ ആഷ് കളർ ഓക്സിജൻ ആണ് കേട്ടോ. ഈ ഒരു FeO ക്രിസ്റ്റലിൽ നിന്ന് 3 Fe2+ അയോൺ മിസ്സാവുകയാണ്. അപ്പൊ 3 Fe2+ അയോൺ മിസ് ചെയ്യുമ്പോൾ എത്ര പോസിറ്റീവ് ചാർജ് ആണ് നഷ്ടമായത്? 3 Fe2+. അപ്പൊ 3 × +2 ചാർജ് ഈക്വൽ ടു +6 ചാർജ് ഇതിന് നഷ്ടമായി. അങ്ങനെ 3 Fe2+ അയോൺ പോയപ്പോൾ ഈ ഒരു ക്രിസ്റ്റലിന് +6 ചാർജ് നഷ്ടമായി. സോ ഇതിലെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അയണിന്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള Fe3+ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ 2 Fe3+ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്. ഇവിടെ ഫെറിക് അയോൺ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. Fe3+ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അയണിന്റെ ചാർജ് എത്രയാണ്? +3 ആണ്. എത്ര പേരാണ് ആഡ് ചെയ്തത്? 2 പേരാണ് ആഡ് ചെയ്തത്. 2 × 3+. നിങ്ങൾക്ക് കിട്ടും +6 എന്ന് കിട്ടും. സോ +6 ചാർജ് ഈ ഒരു ക്രിസ്റ്റലിന് തിരിച്ചു കിട്ടി. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ ഇവിടെ ഒരു കാറ്റയോണിക് വാക്കൻസി വന്നു. ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ആണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇവിടെ 3 Fe2+ പോയി, അതിന് പകരം 2 Fe3+ വന്നു. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ ഇവിടെ ഒരു കാറ്റയോണിക് വാക്കൻസി വന്നു. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? മെറ്റലിന്റെ വാക്കൻസി വന്നു. മെറ്റൽ ഡെഫിഷ്യന്റ് ആയി. ഈ ഡിഫക്റ്റിനെയാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചത്.